നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് റമദാൻ സ്പെഷ്യൽ തരിക്കഞ്ഞിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ. ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പാല് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് പാല് തിളക്കാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ പാല് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീ നല്ല കുറച്ച് വെച്ച ശേഷം നമ്മൾ ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുക. ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ റവ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് മറക്കരുതേ. നമ്മൾ റവ വറുത്തിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ വറുക്കാതെയാണ് റവ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇതേ സമയം തന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ആ റവ ഇങ്ങനെ കട്ട പിടിക്കും. അങ്ങനെ നമ്മളുടെ റവ ഇപ്പം നന്നായി കുറുകി വന്നിട്ടുണ്ട്, നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് 5 മിനിറ്റും കൂടിയും ഇതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളുടെ റവ കംപ്ലീറ്റ് ഇപ്പോൾ കുറുകി വന്നിട്ട് കറക്റ്റ് പാകമായിട്ടുണ്ട്. അപ്പം നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. നെക്സ്റ്റ് ഞാനിവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പാന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അല്പം നെയ്യ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ നെയ്യ് കംപ്ലീറ്റ് മെൽട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു 7 ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ വറ്റാനെ ചെറുതായി അരിഞ്ഞിരിക്കുകയാണ്. ഇതൊന്ന് ഒരു റെഡ് കളറാവുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ഉള്ളി ഇപ്പോൾ നല്ല റെഡ് കളറായി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമ്മൾ അല്പം മുന്തിരി ഇട്ട് കൊടുക്കാം, ഉണക്കമുന്തിരി. അപ്പോൾ എല്ലാതും കൂടിയിട്ട് ഒന്ന് റോസ്റ്റ് ആക്കിയെടുക്കാം. അത് നമ്മളുടെ മുന്തിരിയും കാഷ്യൂ നട്ടും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ റോസ്റ്റായിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പം നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തരിക്കഞ്ഞിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ തരിക്കഞ്ഞി അവിടെ ഇരുന്നിട്ട് കുറുകിയിട്ട് നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള കാഷ്യൂ നട്ടും അതുപോലെ മുന്തിരിയും അതുപോലെ ഉള്ളിയും കൂടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ടേസ്റ്റുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന തരിക്കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ തരിക്കഞ്ഞി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.